ിലേക്ക് കിളിമാനൂർ MC റോഡ് കയ്യേറി ഒരു വ്യക്തി നിർമ്മാണം നടത്തിയെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തി KSTP ഉദ്യോഗസ്ഥൻ. ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന വിജിലൻസ് കണ്ടെത്തലെ തുടർന്ന് അന്വേഷണ റിപ്പോർട്ട് അയാൾ പൂഴ്ത്തിക്കളഞ്ഞു. സ്ഥലത്തെ അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കണമെന്നും റിപ്പോർട്ട് നൽകിയിരുന്നു. 24 എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം കൊട്ടാരക്കര റൂട്ടിൽ കിളിമാനൂർ ടൗണിന് സമീപം മഹാദേവേശ്വരം ബൈപ്പാസിലാണ് ഞാനുള്ളത്. 2008-ൽ ഈ ബൈപ്പാസ് നിർമ്മാണത്തിനോടനുബന്ധിച്ച് ഈ കാണുന്ന സ്ഥലത്ത് ഒരു ബസ് ബേ നിർമ്മിക്കാൻ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ് KSTP തീരുമാനിക്കുന്നു. അന്ന് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പൊന്നും വില കൊടുത്ത് 12 സെന്റ് ഭൂമി KSTP ഈ ബസ് ബേ നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് വാങ്ങിയിടുന്നു. 2022-ൽ സ്വകാര്യ വ്യക്തി അത് കയ്യേറി ഒരു മതിലും തൊട്ടപ്പുറത്തൊരു വലിയ ഗേറ്റും പണിയുന്നു. ഈ പ്രവർത്തികളുടെ ആരംഭത്തിൽ തന്നെ വാർഡ് മെമ്പർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയണമെന്ന് കാട്ടി പഴയകുന്നുമ്മൽ പഞ്ചായത്തിൽ കത്തു നൽകി. തുടർന്ന് KSTPയുടെ അനുമതിയോടെ മാത്രമേ നിർമ്മാണങ്ങൾ ആരംഭിക്കാൻ പാടുള്ളൂവെന്ന് വ്യക്തമാക്കി പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകി. പിന്നാലെ KSTP നൽകിയ NOC ആണിത്. സ്വകാര്യ വ്യക്തിയുടെ അപേക്ഷ പരിഗണിച്ച KSTP അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം പരിശോധിച്ച് സർക്കാർ പുറമ്പോക്ക് ഭൂമി ഇല്ലെന്നും KPA നിയമാനുസരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ തടസ്സമില്ലെന്നും NOC നൽകി. തുടർന്ന് 2022 നവംബർ 2-ന് പഴയകുന്നുമ്മൽ പഞ്ചായത്തിലെ അന്നത്തെ സെക്രട്ടറി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പെർമിറ്റ് നൽകി. എന്നാൽ KPA നിയമങ്ങൾ പാലിക്കാതെയാണ് സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. KSTP ബസ് ബേ നിർമ്മിക്കുന്നതിന് പൊന്നും വില കൊടുത്തു വാങ്ങിയ സ്ഥലത്തേക്ക് സ്വകാര്യ വ്യക്തി കയറിയിറങ്ങാൻ വലിയ ഗേറ്റും മതിലും സ്ഥാപിച്ചു. നിയമലംഘനം നടന്നിട്ടും അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറി നടപടിയെടുത്തില്ല. തുടർന്ന് പൊതുപ്രവർത്തകർ വിജിലൻസിന് പരാതി നൽകുകയായിരുന്നു. ഞാൻ ഈ പഞ്ചായത്തിലെ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന മെമ്പറാണ്. അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്കാർക്കും ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അത് ആ റിപ്പോർട്ട് പോലും യഥാർത്ഥത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പഞ്ചായത്ത് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല. പഴയകുന്നുമ്മൽ പഞ്ചായത്ത് അധികാരികൾ കണ്ടിട്ടില്ലാത്ത, ജനപ്രതിനിധികൾ കണ്ടിട്ടില്ലാത്ത, KSTP ഉദ്യോഗസ്ഥർ ഇനിയും കണ്ടില്ല എന്ന് നടിക്കുന്ന ആ വിജിലൻസ് റിപ്പോർട്ട് പക്ഷെ 24 കണ്ടിട്ടുണ്ട്. അനുമതി നൽകിയ KSTPയുടെ ഭൂമി തന്നെ 4 മീറ്ററോളം കയ്യേറിയതായും ഈ സ്ഥലത്തുകൂടി കയറുന്നതിനും ഇറങ്ങുന്നതിനും വലിയ ഗേറ്റുകൾ സ്ഥാപിച്ചതായും വിജിലൻസ് കണ്ടെത്തി. താലൂക്ക് സർവേ ഉദ്യോഗസ്ഥരെ കൊണ്ട് സ്ഥലമളന്ന് കയ്യേറ്റവും നിർമ്മാണങ്ങളും പൊളിക്കണമെന്ന് കാണിച്ച് 2023 ഏപ്രിൽ മാസം വിജിലൻസ് KSTP അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ട് ലഭിച്ച 1 വർഷം കഴിഞ്ഞിട്ടും KSTP അധികൃതർ യാതൊരു നടപടിയും എടുക്കാത്തത് ദുരൂഹം. വിജിലൻസ് റിപ്പോർട്ട് KSTP ഉദ്യോഗസ്ഥർ കണ്ണും പൂട്ടി പൂഴ്ത്തി എന്ന് ചുരുക്കം. ഈ ഗേറ്റും അതിലും മാത്രമല്ല, പഴയകുന്നുമ്മൽ പഞ്ചായത്ത് അതിർത്തിയിലെ വാഴോട് മുതൽ ഇരട്ടച്ചിറ വരെ KSTPയുടെ ഭൂമി സ്വകാര്യ വ്യക്തികൾ നിർബാധം കയ്യേറിയിട്ടുണ്ട്. നാട്ടുകാരും ജനപ്രതിനിധികളും നിരവധി പരാതി നൽകിയിട്ടും KSTP അനങ്ങിയിട്ടില്ല. ഇതെന്തു KSTP എന്നാണ് നാട്ടുകാർ മൂക്കത്തു വിരൽ വെച്ച് ചോദിക്കുന്നത്. നാട്ടുകാരും യുവജന സംഘടനകളുമൊക്കെ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. സിറിഡി ലെസ്ലിക്കും സതീഷിനുമൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ഈ KSTP ഉദ്യോഗസ്ഥര് ആള് ചില്ലറക്കാരല്ല കേട്ടോ, ആള് പുലിയ. ഇതൊക്കെ എടുത്ത് ഭരണത്ത് വെച്ചിട്ട് ആൾക്കാരെ വെള്ളപൂശാൻ ശ്രമിച്ചു കളഞ്ഞാൽ എന്തൊക്കെ ഈ നാട്ടിൽ നടക്കാതിരിക്കുന്നതെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പോൾ ദീപക് തരമണ ഒരു കാര്യം അറിയിക്കുന്നു. ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന കണ്ണൂർ ജില്ലയിലെ പലയിടത്തും ഇപ്പോൾ കനത്ത മഴ പെയ്യുകയാണ്. തലശ്ശേരി ധർമ്മടം പ്രദേശത്ത് മഴ കനക്കുന്നു. ധർമ്മടത്ത് വൈദ്യുതി നിലയ്ക്കുകയും ചെയ്തു എന്നാണ് ദീപകിൻ്റെ റിപ്പോർട്ട്. സർക്കാർ ഭൂമി 4 മീറ്ററോളം കയ്യേറിയതായിട്ടാണ് വിജിലൻസ് കണ്ടെത്തിയത്. റിപ്പോർട്ട് പൂഴ്ത്തിയവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. KSTPയുടെ ഈ സ്ഥലങ്ങൾ മുഴുവൻ മറ്റ് സ്വകാര്യ വ്യക്തികൾക്ക് KSTPയുടെ ഉദ്യോഗസ്ഥർ തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് പഴയകുന്നുമ്മൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശത്ത് നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ KSTPയുടെ കാലാകാലങ്ങളിൽ വരുന്ന ഉദ്യോഗസ്ഥർ മറ്റെന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വ്യക്തികളെ സഹായിക്കുന്നതിന് വേണ്ടിയും സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് എഴുതി കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പ്രദേശത്ത് കാണുന്നത്. ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്നവരും അല്ലെങ്കിൽ KSTP അധികാരികളും ഇതെല്ലാം കണ്ടില്ലാന്ന് നടിക്കുകയാണ്. ഇനിയും ഇവർ കണ്ടില്ലാന്ന് നടിക്കുന്ന രീതിയിൽ ഈ രീതിയിൽ സമീപനമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതിന് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇത് സർക്കാർ ഭൂമിയാണ്. ഇത് സർക്കാർ ഈ ഗതാഗത യോഗ്യമാക്കി അല്ലെങ്കിൽ ബസ് ബേകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അവർ ഏറ്റെടുത്തിരിക്കുന്ന ഭൂമിയാണ്. അത് ഈ സ്വകാര്യ വ്യക്തികൾ കൈയേറുന്നത് അത് അനുവദിക്കാൻ സാധിക്കില്ല. ശക്തമായ പ്രക്ഷോഭങ്ങളുമായി യുവജന സംഘടന എന്നുള്ള നിലയിൽ നമ്മൾ മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള ഈ ഭൂമി KSTP കയ്യേറിയില്ല എന്നുണ്ടെങ്കിൽ
BJPയുടെ പഴുന്നൽ പഞ്ചായത്ത് കമ്മിറ്റി തന്നെ ഏറ്റെടുത്ത് ഇത് എന്താണോ ഇതിനുള്ള ഒരു നടപടി അത് പൊളിച്ചു മാറ്റാനാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി തന്നെ മുന്നിൽ നിന്ന് പൊളിക്കാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്.